പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയായിരിക്കട്ടെ. സഹനത്തെ പ്രിയതമന്റെ സ്നേഹത്തിൽ ചാലിച്ച് സന്യാസത്തിന്റെ മാറ്റെന്തെന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധയാരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, അത് കുടമാളൂരിൽ മുട്ടത്തുപാടത്തു കുടുംബത്തിൽ ജനിച്ച് മുട്ടുച്ചിറയിൽ മുരിക്കൻ വീട്ടിൽ വളർന്ന് ഭരണങ്ങാനം ക്ലാരമഠത്തിൽ നിശബ്ദയെങ്കിലും വീരോചിതമായ പുണ്യജീവിതം നയിച്ച ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ നമ്മുടെ സ്വന്തം അൽഫോൻസാമ്മ. അന്നക്കുട്ടി എന്ന അൽഫോൻസാമ്മയുടെ വിശുദ്ധ പാതയിലൂടെ ഒരൽപ്പനേരം. അന്നക്കുട്ടിയുടെ നന്നേ ചെറുപ്പത്തിലെ തന്നെ അമ്മ മരിച്ചു. പേരമ്മ അവളെ പൊന്നുപോലെ വളർത്തി. അവിടെ അവളുടെ വല്യമ്മച്ചി അവൾക്ക് വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊച്ചു ത്രേസ്യയെപ്പോലെ ഒരു വിശുദ്ധയാകണമെന്ന് അവൾ ആഗ്രഹിച്ചു. പ്രായമായപ്പോൾ ആ ആഗ്രഹം വീട്ടിലറിയിച്ചെങ്കിലും അവർ എതിർക്കുകയും വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ താൻ എന്തു ചെയ്യണമെന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. പിന്നെ അവൾക്ക് തോന്നി, തൻ്റെ ശരീരം കുറച്ച് വികൃതമായാൽ തന്നെ ആരും ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ അവൾ തൻ്റെ പാദം ഉമിതീയിൽ പൊള്ളിച്ചു. വിവാഹാലോചനയും മുടങ്ങി. കുട്ടിക്കാലം മുതലേയുള്ള അവളുടെ സ്വപ്നം അങ്ങനെ പൂവണിഞ്ഞു. ഭരണങ്ങാനം മഠത്തിൽ പ്രവേശിച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി. അന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാൾ ദിനമായതിനാൽ അൽഫോൻസ എന്ന പേരവൾ സ്വീകരിച്ചു. ഈശോയെ, ഞാൻ അങ്ങയുടേത് മാത്രമാണ്, എന്നെയും ഒരു വിശുദ്ധയാക്കണമേ എന്ന് ആദ്യ കുർബാന സ്വീകരണത്തിന് പ്രാർത്ഥിച്ചതിന്റെ തുടർച്ചയായി സഭാവസ്ത്രം സ്വീകരിച്ചപ്പോൾ അവൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: കർത്താവെ, വിശുദ്ധി കൊണ്ട് എന്നെ പൊതിയണമേ. സന്യാസ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ഉദരസംബന്ധമായ പല രോഗങ്ങളാലും അവൾ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. അനാരോഗ്യം അവളുടെ കൂടപ്പിറപ്പായി മാറി. ആ സമയത്തെല്ലാം അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവെ, എന്നെ നിന്റെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ബലിവസ്തുവാക്കി മാറ്റണമേ. ഇടയ്ക്കിടെ മധുര പലഹാരങ്ങളുമായി വന്നിരുന്ന അച്ചായനെ കാണുമ്പോൾ അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അസഹ്യമായ സഹനങ്ങളിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ നീ എന്തു ചെയ്യുകയാണെന്ന ചോദ്യത്തിന് ഞാൻ സ്നേഹിക്കുകയാണെന്നവൾ മറുപടി പറയും. യേശുവിനു വേണ്ടി എന്തും സഹിക്കുക, കൂടുതൽ സഹനം ചോദിച്ചു വാങ്ങുക, ഇത് അൽഫോൻസാമ്മയുടെ അനുദിന ജീവിതത്തിൽ പതിവായിരുന്നു. ഈ സഹനത്തിന്റെ പടവുകൾ കയറാൻ അവളെ സഹായിച്ചിരുന്ന ഊന്നുവടികളായിരുന്നു ഊർസുലാമ്മയും റോമുളൂസ് അച്ഛനും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ? പൗലോസ്ലീഹയുടെ ഈ ചോദ്യത്തിന് ജീവിതം കൊണ്ടവൾ ഉത്തരം നൽകി. ഓരോ ആഴ്ചയിലും പീഡകളുടെ കനൽക്കട്ടകളുമായി എത്തുന്ന സഹനവെള്ളികളെ ആദ്യം ദുഃഖത്തിന്റെയും പിന്നീട് സന്തോഷത്തിന്റെയും ഒടുവിൽ മഹിമയുടെയും വെള്ളിയാഴ്ചകളാക്കി മാറ്റിയെന്നതാണ് അൽഫോൻസാമ്മയുടെ ജീവിത രഹസ്യം. ലോകദൃഷ്ടിയിൽ വലിയ കാര്യങ്ങളൊന്നും അൽഫോൻസാമ്മ തൻ്റെ 36 വർഷ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും മനുഷ്യന്റെ ഹൃദയം കാണുന്ന ദൈവം അവളുടെ സന്യാസ ജീവിതത്തിന്റെയും സമർപ്പണത്തിന്റെയും വിശ്വസ്തതയുടെയും ആഴം കണ്ടു. ഒരൽപ്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെ വിശുദ്ധയായ അവൾ തൊട്ടതെല്ലാം വിശുദ്ധമായി മാറി. കിടന്ന മുറിയും കട്ടിലും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഇന്ന് തിരുശേഷിപ്പുകളായി മാറി. ഭരണജ്ഞാനം ഭാവിയിലെ ലിസ്യു ആയി മാറുമെന്ന ചരമപ്രസംഗത്തിലെ വാക്കുകൾ ഇന്ന് അന്വർത്ഥമായി. അൽഫോൻസാമ്മ തന്റെ 36-ാം വയസ്സിൽ സഹനബലി പൂർത്തിയാക്കി. അവളെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 2008 ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. തപാൽ സ്റ്റാമ്പുകളിലും നാണയങ്ങളിലും ഇടം പിടിച്ച അൽഫോൻസാമ്മ ഇന്ന് ആർഷഭാരതം ജന്മം നൽകിയ വീരകന്യകയായ സാർവത്രിക സഭ അംഗീകാരം നൽകിയ ഏക വ്യക്തിയാണ്. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയുടെ ജന്മശതാബ്ദി വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഭരണങ്ങാനത്തെത്തിയത് ഭാരതത്തിന്റെ പ്രഥമ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ തന്നെയായിരുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ അത്ഭുതത്തിന് കാരണമായ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ കുഞ്ഞ് ജിനിൽ ഇന്ന് വൈദിക വിദ്യാർത്ഥിയാണ്. ജന്മനാ വൈകല്യവുമായി ജനിച്ച ജിനിൽ കേവലം 2 വയസ്സിലാണ് അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ അത്ഭുത സൗഖ്യം ലഭിച്ചത്. അന്ന് കുട്ടിയെ അൽഫോൻസാമ്മയുടെ കല്ലറയിൽ കിടത്തി പ്രാർത്ഥിച്ചു. വീട്ടിൽ തിരിച്ചെത്തി സന്ധ്യാപ്രാർത്ഥന സമയത്ത് തറയിൽ കിടന്നിരുന്ന കുഞ്ഞ് എഴുന്നേറ്റ് നടന്നു. അൽഫോൻസാമ്മയുടെ പടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അന്നാന്നാമ്മയാണ് എന്നെ നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു.
അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച അന്ന് തന്നെ ലഭിച്ച സൗഖ്യം കുടുംബാംഗങ്ങളെ മാത്രമല്ല ആ നാടിനെ തന്നെ ഞെട്ടിച്ചു. ഇപ്പോൾ കണ്ണൂർ കുന്നോത്ത് മേജർ സെമിനാരിയിലെ ബ്രദർ ജിനിൽ അൽഫോൻസാമ്മയുടെ കബറിട ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയർപ്പിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ ഒട്ടനവധി രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയായി കണ്ടത് അവളുടെ സഹനത്തെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള കുറുക്കുവഴി ധാരാളം വീണ് കിട്ടാറില്ലേ? സഹനങ്ങളെയെല്ലാം പരാതി കൂടാതെ, പിറുപിറുപ്പ് കൂടാതെ കൃപകളാക്കി മാറ്റാൻ വിശുദ്ധ അൽഫോൻസാമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.